പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിവിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ ശ്രേഷ്ഠ വചനവുമായി ഈ ദൃശ്യമാധ്യമത്തിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു അവസരം കൂടെ തന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന കർത്താവിൻ്റെ വചനം കർത്താവെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ കഴിഞ്ഞ ദിവസങ്ങൾ റോമ ലേഖനത്തിലെ വിശ്വാസത്താലുള്ള നീതീകരണത്തിലെ ചില ചിന്തകൾ ഞങ്ങൾ ചില ആഴ്ചകളായി ചിന്തിക്കുവാൻ കർത്താവ് സഹായിച്ചു. ഇന്ന് 8-ാം അധ്യായത്തിലെ ചില ആത്മീയ ചിന്തകൾ ഗ്രഹിപ്പാൻ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്നു. കർത്താവെ, കേൾവിക്കാരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അവിടുത്തെ ജനത്തിന്റെ അടുക്കലേക്ക് അടിയൻ ഈ വചനത്തെ അയക്കുക. ഈ വചനം അനേകരുടെ ഹൃദയങ്ങളിൽ ഒരു പ്രകാശമായി, വിടുതലായി, ആത്മീയ നവചൈതന്യമായി വ്യാപരിപ്പാൻ ദൈവം സഹായിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളായി നമുക്ക് റോമാലേഖനങ്ങളിലൂടെ നമുക്ക് ചിന്തിച്ചു വരുവാൻ ദൈവം നമ്മെ സഹായിച്ചുവല്ലോ. ഇന്ന് റോമർക്കെഴുതിയ ലേഖനം അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനത്തിൽ നിന്ന് അതിന്റെ 8-ാം അധ്യായത്തിലെ ചില വിഷയങ്ങൾ നമുക്ക് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ ചെയ്യാം. നിങ്ങളുടെ വലിയ ശ്രദ്ധയെ അല്പ മിനിറ്റുകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യും. കഴിഞ്ഞ 7-ാം അധ്യായത്തിൽ നാം ചിന്തിച്ചു ന്യായപ്രമാണത്തെക്കുറിച്ച്, ന്യായപ്രമാണത്തിന്റെ അപൂർണതകളെക്കുറിച്ച്, ന്യായപ്രമാണത്തിന് കഴിയാത്ത കാര്യത്തെ ക്രിസ്തുവിലൂടെ സാധിപ്പിക്കപ്പെട്ടു, പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ള വിഷയങ്ങൾ കഴിഞ്ഞ അധ്യായത്തിൽ നാം ചിന്തിച്ചു. അതിന് തുടർമാനമായി നമുക്ക് ഇന്ന് ഈ റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിലെ ചില ഭാഗങ്ങൾ ചിന്തിക്കാം. ഇവിടെ 8-1 എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഇവിടെ പറയുവാണ് ക്രിസ്തുവേശുവിൽ, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് പൗലോസ് എഴുതുകയാണ്. എന്നാൽ ന്യായപ്രമാണത്തെ വിശകലനം ചെയ്തപ്പോൾ പൗലോസ് 7-ാം അധ്യായത്തിൽ പറഞ്ഞത്, അങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നു എന്ന് ഞാൻ കണ്ടു. അപ്പൊ ന്യായപ്രമാണത്തെ വിശകലനം ചെയ്ത് 7-ാം അധ്യായത്തിൽ സംസാരിച്ചപ്പോൾ ന്യായപ്രമാണത്തിലൂടെ ലഭിക്കുന്ന നീതിയെക്കുറിച്ച്, ന്യായപ്രമാണത്തിലൂടെയുള്ള നീതിയെക്കുറിച്ച് ചിന്തിക്കുന്ന യഹൂദന്മാരുടെ ചിന്തയെ പ്രകാശിപ്പിച്ചുകൊണ്ട് ന്യായപ്രമാണം കൊണ്ട് ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന അത് മരണഹേതുവായി തീർന്നപ്പോൾ 8-ാം അധ്യായത്തില് പൗലോസ് പറയുന്നു, എന്നാൽ ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വചനമാണ് ഈ ഭാഗം. ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ശിക്ഷാവിധിയില്ല. അപ്പോ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിയണമെങ്കിൽ ആർക്ക് ശിക്ഷാവിധിയില്ല? എങ്ങനെയുള്ളവർക്കാണ് ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത്? ശിക്ഷാവിധിയിലായിത്തീരാതിരിക്കാനുള്ള പ്രമാണങ്ങൾ എങ്ങനെയാണെന്നുള്ളതാണ് ഈ 8-ാം അധ്യായത്തിൽ മുഴുവനും പൗലോസ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഒറ്റ വാക്കിൽ ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല എന്നുള്ളൊരർത്ഥത്തിലല്ല. അങ്ങനെ ശിക്ഷാവിധി നാം പ്രാപിക്കാതിരിക്കണമെങ്കിൽ, ആ ശിക്ഷ നമ്മുടെ മേൽ വരാതിരിക്കണമെങ്കിൽ ക്രിസ്തുവേശുവിലുള്ള ഒരു വ്യക്തി എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു രൂപരേഖ നമുക്ക് ഈ വാക്യങ്ങളിൽ കാണുവാൻ കഴിയും. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. പ്രൈസ് ഗോഡ്. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. ഇവിടെ പൗലോസ് ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തെ, നമുക്കറിയാം, മനുഷ്യന് കല്ലിൽ കൊത്തിയ ഒരു പ്രമാണം കൊടുത്തു. ജീവനുള്ള മനുഷ്യന് കല്ലിൽ കൊത്തിയ ഒരു
പ്രമാണമായിരുന്നു പഴയ നിയമകാലത്ത് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ആ പ്രമാണം തികവിലോട്ട് വന്നില്ല, അത് പരാജയപ്പെട്ടു പോയി, അതിന്റെ പൂർണ്ണത കൈവരിച്ചില്ല. ഇവിടെ ജീവനുള്ള മനുഷ്യന് യേശുക്രിസ്തുവിലൂടെ ഒരു ജീവന്റെ പ്രമാണം കൊടുക്കുകയാണ്. നമുക്കറിയാം ന്യായപ്രമാണത്തിന്റെ പരാജയം എവിടെയായിരുന്നു? ആ പ്രമാണത്തിലുള്ള പ്രശ്നങ്ങളല്ല, ആ പ്രമാണം അനുസരിക്കുന്ന കാര്യത്തിൽ മനുഷ്യനാണ് പരാജയപ്പെട്ടത്. അവിടെ ന്യായപ്രമാണത്തിന്റെ ന്യൂനതയല്ല. കാരണം നമുക്കൊരു പുതിയ കാർ ഉണ്ടെന്നിരിക്കട്ടെ, പക്ഷെ ആ കാർ ഓടിക്കാനുള്ള ഒരു റോഡ് നമുക്കില്ല. അപ്പോ ഇതുപോലെയാണ് ന്യായപ്രമാണം പൂർണ്ണതയുള്ളതാണ്. എന്നാൽ ആ ന്യായപ്രമാണത്തെ അതുപോലെ ജീവിതത്തിൽ പ്രാപിച്ച് അതിലൂടെ രക്ഷ നേടാൻ, അതിലൂടെ ദൈവിക നീതീകരണത്തിലെത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. അത് ന്യായപ്രമാണത്തിന്റെ പ്രശ്നമല്ല, അത് ജഡത്തിന്റെ, പാപം വഹിച്ചുകൊണ്ടുള്ള മനുഷ്യന്റെ ജഡത്തിന്റെ പ്രകൃതമാണെന്ന് ഈ 8-ാം അധ്യായത്തില് പൗലോസ് വെളിപ്പെടുത്തുകയാണ്. പ്രൈസ് ഗോഡ്. ഇവിടെ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഇവിടെ ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. ഇവിടെ ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിക്കുവാൻ, ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കുവാൻ ദൈവം തന്റെ പുത്രനെ പാപത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും ഈ ലോകത്തിലേക്ക് അയച്ചു എന്ന് വചനം പറയുന്നു. പാപത്തിന് ജഡത്തിന് ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല, ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നു, ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ. അപ്പൊ നാം ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരിലാണ് ദൈവത്തിന്റെ നീതി നിവർത്തിയാകുന്നത്. ജഡത്തെ അനുസരിച്ച് നടക്കുന്നവരിൽ, ന്യായപ്രമാണത്തിനും അതാണ് സംഭവിച്ചത്. ന്യായപ്രമാണം മനുഷ്യന് കൊടുത്തപ്പോൾ ന്യായപ്രമാണത്തെ അവർ ജഡത്തിനനുസരിക്കാൻ ശ്രമിച്ചതുകൊണ്ട് ഇസ്രായേൽ ജനത പരാജയപ്പെട്ടു. പ്രമാണം ജഡത്തിൽ ഉൾക്കൊണ്ട് ജഡത്തിൽ അനുസരിച്ചപ്പോൾ പരാജയപ്പെട്ടു. എന്നാൽ ഇവിടെ ദൈവം തന്റെ പുത്രനെ ജീവന്റെ പ്രമാണമായി നമ്മുടെ മുന്നിൽ നിർത്തിയപ്പോൾ നാം ജഡത്തിലല്ല നാം ദൈവത്തോട് അനുസരണ കാണിക്കേണ്ടത്, ആത്മാവിലാണ് ദൈവത്തോട് അനുസരണ കാണിക്കേണ്ടതെന്ന് ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. ജഡത്തിൽ നാം ദൈവത്തെ അനുസരിക്കാൻ തുടങ്ങിയാൽ നാം പരാജയപ്പെടും. എന്നാൽ ആത്മാവിൽ നാം ദൈവത്തെ അനുസരിക്കാൻ തുടങ്ങിയാൽ നമുക്ക് കൂടുതൽ 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 ദൈവത്തെ അനുസരിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്ന ജഡസ്വഭാവമുള്ളവര്, 5-ാം വാക്യത്തിൽ ജഡസ്വഭാവമുള്ളവർ ജഡത്തിനും ഉള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. അപ്പൊ നമ്മുടെ ഇടയിൽ നിന്നും ജഡസ്വഭാവമുള്ളവരുണ്ട്. ജഡസ്വഭാവമുള്ളവർ എങ്ങനെ ചിന്തിക്കും? ജഡത്തിനുള്ളത് ചിന്തിക്കുന്നു, ജഡത്തിനുള്ളത് ചിന്തിക്കുന്നു. ജഡസ്വഭാവമുള്ളവർ ഇന്ന് സഭയിലുണ്ട്, സമൂഹത്തിലുണ്ട്. പ്രമാണം ഏറ്റെടുത്താലും അഭിഷേകം പ്രാപിച്ചാലും അന്യഭാഷ പ്രാപിച്ചാലും എന്തെല്ലാം ആത്മീയ അനുഭവങ്ങൾ പ്രാപിച്ചാലും വീണ്ടും ജഡസ്വഭാവത്തിൽ തന്നെ ജീവിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ, ജഡസ്വഭാവമുള്ളവർ എന്ത് ചെയ്യുന്നു? ജഡത്തിനുള്ളത് ചിന്തിക്കുന്നു. പ്രൈസ് ഗോഡ്. എന്നാൽ വചനത്തിൽ പറയുന്നു ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു, ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു. അപ്പൊ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചൊരു ദൈവ പൈതൽ ജഡത്തെ അനുസരിച്ച് നടക്കുകയല്ല, ആത്മാവിനുള്ളത് ചിന്തിക്കുക, ആത്മാവിനുള്ളത് ചിന്തിക്കുക. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് കർത്താവ് സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഉപമയിലൂടെ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ പറഞ്ഞത്, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവീൻ. പ്രൈസ് ഗോഡ്. ആത്മാവിലുള്ളത് ചിന്തിക്കുക. ഇവിടെ എടുത്തു പറയുന്നു, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ആത്മാവിന്റെ ചിന്ത എന്തോന്നാണ്? ജീവനാണ്, സമാധാനമാണ്. പ്രൈസ് ഗോഡ്. ഈ ദിവസങ്ങളിൽ ജീവനും സമാധാനവുമാണ് നമുക്ക് ആവശ്യമെങ്കിൽ നാം ആത്മാവിൽ
ചിന്തിക്കുന്നവരായിരിക്കണം. ആത്മാവിൽ ചിന്തിക്കുന്നവർക്ക് ഏത് അന്തരീക്ഷത്തിന്റെ നടുവിൽ, ഈ ലോകത്തിൽ എന്തെല്ലാം കോളിളക്കം ഉണ്ടാകട്ടെ, എന്തെല്ലാം മാറ്റിമറിക്കപ്പെടട്ടെ, ആത്മാവിൽ ചിന്തിക്കുന്നവർക്ക്, ആത്മാവിന്റെ ചിന്ത ഏറ്റെടുക്കുന്നവർക്ക് ആമേൻ ജീവനും സമാധാനവും അധികം ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാൻ കഴിയുമെന്ന് ഇവിടെ പൗലോസ് തന്റെ എഴുത്തിലൂടെ വെളിപ്പെടുത്തുകയാ. പ്രൈസ് ഗോഡ്. ജഡത്തിന്റെ ചിന്ത, 7-ാം വാക്യത്തില് ജഡത്തിന്റെ ചിന്ത മരണം എന്ന് ഇവിടെ കാണുന്നതാണ്. ജഡത്തിന്റെ ചിന്ത മരണം. പ്രൈസ് ഗോഡ്. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം ആകുന്നു, ദൈവത്തോട് ശത്രുത്വമാകുന്നു. 6-ാം വാക്യത്തിൽ ജഡത്തിന്റെ ചിന്ത മരണമാണ്. അപ്പൊ ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ കേൾക്കേണ്ടത്, ജഡത്തിന്റെ ചിന്ത പറയുന്ന വ്യക്തികളുടെ ചിന്തകൾ നാം കേൾക്കരുത്. സോഷ്യൽ മീഡിയകളിലൂടെ ബുദ്ധിയുടെയും ജഡത്തിന്റെയും ചിന്തകൾ പറയുന്ന ഒത്തിരി പേര് ഈ ദിവസങ്ങളിൽ പെരുകി വരികയാണ്. ഇവിടെ വചനം നൽകുന്ന ഒരു മുന്നറിയിപ്പ്, നീ ജഡത്തിന്റെ ചിന്തകൾ പറയുന്നവന്റെ ശബ്ദം കേട്ടാൽ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്നത് മരണമായിരിക്കും. ഈ ദിവസങ്ങൾ നാം കേൾക്കേണ്ടുന്ന ചിന്തകൾ ആത്മാവിന്റെ ചിന്ത, ജീവൻ നൽകുന്ന, സമാധാനം നൽകുന്ന ആത്മാവിന്റെ ചിന്ത വേണം ദൈവജനം കേൾക്കാൻ. ഇവിടെ എഴുതിയിരിക്കുന്നു, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അപ്പൊ നിന്നിൽ ജഡത്തിന്റെ ചിന്തയുണ്ടെങ്കിൽ, നീ ജഡത്തിന്റെ ചിന്തയുടെ വാഹകനെങ്കിൽ ഈ ദിവസങ്ങൾ കേട്ടുകൊള്ളുക, എന്താണ്? നീ ദൈവത്തിന്റെ ശത്രുവാണ്. പ്രൈസ് ഗോഡ്. ജഡത്തിന്റെ ചിന്തകൻ ദൈവത്തിന്റെ ശത്രു അത്രേ. അത് മാത്രമല്ല, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല. അപ്പൊ ഇന്ന് നമ്മുടെ സഭകളിൽ ജഡത്തിന്റെ ചിന്തകന്മാർ വർദ്ധിച്ചു വരുന്നു. അവർ ദൈവത്തിന്റെ പ്രമാണത്തിന് കീഴ്പ്പെടുന്നവരായി കാണുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. പ്രൈസ് ഗോഡ്. അപ്പൊ ജഡത്തിന്റെ ചിന്തയുള്ളവർക്ക് കീഴ്പ്പെടുന്ന സ്വഭാവം ഉണ്ടായിരിക്കത്തില്ല. സമൂഹത്തിലാകട്ടെ, സഭകളിലാകട്ടെ, കീഴ്പ്പെടാൻ കഴിയാതെ ആണ് നിന്റെ ജീവിതത്തിൽ നീ ആയിരിക്കുന്നതെങ്കിൽ ഈ ദിവസങ്ങൾ ഓർത്തോളണം, നിന്റെ അകത്ത് വ്യാപരിക്കുന്നത് ജഡത്തിന്റെ ചിന്തയത്രേ. മരണത്തിലേക്ക് നിന്നെ നയിക്കുന്ന, ദൈവത്തോട് നിന്നെ ശത്രുവാക്കി തീർക്കുന്ന, പ്രൈസ് ഗോഡ്, അതിന് കീഴ്പ്പെടാത്ത ചിന്തയാണ് ജഡത്തിന്റെ ചിന്ത. ഇവിടെ 8-ാം വാക്യത്തിൽ ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. രക്ഷിക്കപ്പെട്ടു, മാനസാന്തരപ്പെട്ടു, ദൈവസഭയിലാണ്, എന്നാൽ ഇന്നും നീ ജഡത്തിന്റെ ചിന്തയെ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇവിടെ കൺഫേം ആയിട്ട് പറയുന്നു, ജഡത്തിന്റെ ചിന്തയുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. അപ്പൊ മറു ചോദ്യം വരുന്നു, നമ്മുടെ ചിന്തകളിലാണോ ദൈവം പ്രസാദിക്കുന്നത്? നമ്മുടെ ചിന്തകളിലാണോ ദൈവം പ്രസാദിക്കുന്നത്? തീർച്ചയായും. എങ്ങനെയുള്ള ആത്മാവിന്റെ ചിന്ത? എങ്ങനെയുള്ള ചിന്ത? ജീവനും സമാധാനവും നമ്മുടെ അകത്ത് ഉത്പാദിതമാക്കുന്ന ആത്മാവിന്റെ ചിന്തകളിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയൂ. എന്നാൽ ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. എന്തും ചെയ്യാം, ഈ ലോകത്തിൽ എന്ത് കാര്യങ്ങളും ചെയ്യാം, എന്നാൽ ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. ജഡസ്വഭാവം വെച്ച് പുലർത്തുന്നവരാണെങ്കിൽ, ജഡത്തിൽ എന്തൊക്കെയോ പ്രവൃത്തിയാണ് നീ കാട്ടിക്കൂട്ടുന്നതെങ്കിൽ അത് നിനക്ക് ദൈവപ്രസാദം ലഭിക്കുകയില്ലെന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു. 9-ാമത്തെ, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. അടുത്തൊരു പ്രധാന വിഷയം ഇവിടെ പൗലോസ് വെളിപ്പെടുത്തുക. അപ്പോൾ നമ്മൾ ആത്മാവിന്റെ സ്വഭാവത്തിൽ ജീവിക്കണമെങ്കിൽ പുതിയ നിയമസഭയ്ക്ക്, പുതിയ നിയമവിശ്വാസിക്ക് എന്താണ് ആവശ്യമായിരിക്കുന്നത്? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ. അപ്പോ പുതിയ നിയമവിശ്വാസികളായ നമുക്ക് ആത്മസ്വഭാവമാണ് ആവശ്യം. ആത്മസ്വഭാവം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ ഒന്നാമതായിട്ടുണ്ടാകേണ്ടത് എന്തോ ചെയ്യണം? ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കണം. രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ, യേശുവിനെ കുറിച്ച് കേട്ടാൽ മാത്രം പോരാ, പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കണം. ഇവിടെ മുന്നിൽ പറഞ്ഞത്, ദൈവം തന്റെ പുത്രനെ പാപത്തിന്റെ സാദൃശ്യത്തിൽ ലോകത്തേക്ക് അയച്ചു. അപ്പൊ ദൈവത്തിന്റെ പുത്രനായ യേശുവിൽ വിശ്വസിക്കുക മാത്രമല്ല,
ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുകയും കൂടെ ചെയ്യണം. ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല. അപ്പൊ ജഡസ്വഭാവം നമ്മളിൽ നിന്ന് മാറണമെങ്കിൽ ഇത് ഒരു പോരാട്ടമത്രേ. ജഡവും ആത്മാവും തമ്മിലൊരു പോരാട്ടമാണ്. എന്നാൽ ഈ പോരാട്ടത്തിൽ ആത്മാവിന്റെ ചിന്തകൾ നമ്മളിൽ വർദ്ധിച്ച് ആത്മാവിൽ നമുക്കൊരു ജയജീവിതം നയിക്കണമെങ്കിൽ ഇവിടെ എഴുതിയിരിക്കുകയാണ്, ആത്മാവ് നമ്മിൽ വസിക്കണം. വന്നും പോകുന്ന ഒരു ആത്മാവല്ല, വല്ലപ്പൊഴിക്ക് ഒരു ഇളക്കപ്പെരുപ്പത്തിന്റെ ആത്മാവല്ല. ആത്മാവ് നിരന്തരമായി നമ്മളിൽ വസിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തെ നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഏതെങ്കിലും ഒരു ചെറിയൊരു കൂട്ടായ്മയിൽ പോയി ഒത്തിരി ഒരു അല്പം ആരാധനയുടെ ശബ്ദം കേൾക്കുമ്പോൾ അല്പം ഒരു ഷിവറിങ് വന്ന് അല്പം ഒന്ന് ശരീരം ഒന്ന് ചൂടായി രണ്ട് കൈയടിച്ച് ചൂടാകുന്ന ഒരു ഇളക്കപ്പെരുപ്പത്തിന്റെ ആത്മാവോ അങ്ങനെ നമുക്ക് ലഭിക്കുന്ന എവിടെന്നെങ്കിലും കുറച്ച് വചനം കേൾക്കുമ്പോൾ ലഭിക്കുന്ന കുറച്ച് വചനത്തിന്റെ പോയിന്റുകളും ആ വചനത്തിന്റെ ചില അങ്ങനെ ഹർഷ ആരവങ്ങളിലൂടെ ഉണ്ടാകുന്ന നമ്മുടെ ശരീരത്തിലുള്ള ഏതെങ്കിലും ഇളക്കപ്പെരുപ്പത്തിന്റെ ആത്മാവിനെ കുറിച്ചല്ല ഇവിടെ പൗലോസ് പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കണം. അത് എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തിന്റെ ആത്മാവാണോ നിന്നിൽ വസിക്കുക? എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കാത്തത്? ജഡസ്വഭാവമുള്ളവരിൽ ഒരിക്കലും ദൈവത്തിന്റെ ആത്മാവ് വസിക്കുകയില്ല. പ്രൈസ് ഗോഡ്. എന്നാല് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവർ അല്ല. തീർത്തു പറയുവാണ്, അല്ല. ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്നില്ലെങ്കിൽ ജഡസ്വഭാവമുള്ളവരാണ് 100%. ആത്മസ്വഭാവമുള്ളവരെത്രേ എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, പിന്നെ ആത്മസ്വഭാവമുള്ളവരെത്രേ. ഒരു പുതിയ ജീവിതത്തിന് തുടക്കമുണ്ടാകുകയാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഒരു ആത്മസ്വഭാവം നമ്മളിൽ ക്രിയേറ്റ് ആകുകയാണ്, തുടങ്ങുകയാണ്. അടുത്തു പറയുന്നു, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് വസിക്കണം എന്ന് പറഞ്ഞിട്ട് ആത്മാവ് ഏതാണ് എന്നിവിടെ ചൂണ്ടിക്കാട്ടുകയാണ്. വല്ല ആത്മാവ് അല്ല, ഇളക്കപ്പരുവത്തിന്റെ ആത്മാവല്ല. ഷാർപ്പായിട്ട് പൗലോസ് അവിടെ എഴുതിയിടുകയാണ്, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവൻ അല്ല. നമ്മുടെ മേൽ വ്യാപരിക്കേണ്ടത് സംഘടനകളുടെ ആത്മാവല്ല, വ്യക്തികളുടെ ആത്മാവല്ല. ഒരു വ്യക്തി വന്ന് പ്രസംഗിക്കുമ്പോൾ മാത്രം ഇളകുന്ന ആത്മാവല്ല, ആ വ്യക്തിയിലൂടെ 10 പോയിന്റ് പറയുമ്പോൾ ഇളകുന്ന ആത്മാവല്ല. യേശു ക്രിസ്തുവിന്റെ ആത്മാവ്. ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ അവനുള്ളവനല്ലേ അല്ല. ഈ ലോകത്തിൽ ഒത്തിരി പദവികൾ കാണാം, എന്നാൽ നിന്റെ അകത്ത് ക്രിസ്തുവിന്റെ ആത്മാവില്ലെങ്കിൽ ക്രിസ്തുവിന്റെ നാമം ചുമന്നുകൊണ്ട് നടന്നിട്ട് ഒരു കാര്യവുമില്ല. ഇന്ന് ഒത്തിരി പേർ ക്രിസ്തുവിന്റെ നാമവും ധരിച്ചു നടക്കുകയാണ്, ഒത്തിരി കാര്യങ്ങൾ നടക്കുകയാണ്. നിങ്ങൾ ക്രിസ്തുവിന്റെ നാമത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടും ആ നാമം ചുമന്നുകൊണ്ട് നടന്നിട്ടും ആ ക്രിസ്തുവിന്റെ ആത്മാവ് നിന്റെ അകത്തില്ലെങ്കിൽ കൺഫേം ആയിട്ട് വചനം പറയുന്നു, നീ ക്രിസ്തുവിനുള്ളവനല്ല. ക്രിസ്തുവിനുള്ള ഒത്തിരി കാര്യങ്ങൾ നിന്റെ അകത്തുണ്ടായിരുന്നാലും ആത്മാവില്ലെങ്കിൽ ഒന്നുമില്ലാത്തതിന് തുല്യമാണ്. ഒരു ശരീരത്തിനകത്ത് ജീവനല്ലെങ്കിൽ ആ ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. നീതി നിമിത്തം ജീവനാകുന്നു. പ്രൈസ് ഗോഡ്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. വീണ്ടും ആ ആത്മാവ് ഏതാണ്, ആത്മാവിന്റെ പ്രവൃത്തി എന്താണ് എന്നുള്ളതിന്റെ ആഴങ്ങളിലേക്ക് പൗലോസ് നമ്മളെ കൊണ്ടുപോവുകയാണ്. നേരത്തെ പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ നിരന്തരം വസിക്കണം. ക്രിസ്തുവിന്റെ ആത്മാവാണത്. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അടുത്ത് കുറച്ചുകൂടെ ഒരു ഡീപ്പ് സ്റ്റഡിയിലോട്ട് കൊണ്ടുപോവാണ്. എന്താ പറയുന്നത്? യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ്. ഇപ്പൊ നമ്മളിൽ വ്യാപരിക്കുന്ന ആത്മാവ് മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുന്ന ആത്മാവാണ്. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവാണ് നമ്മുടെ അകത്തും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് ക്രിസ്തുവിന്റെ ആത്മാവ്. അപ്പൊ ആ ആത്മാവ് നമ്മൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിൽ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്ത ശരീരങ്ങളെ ജീവിപ്പിക്കും. അപ്പോ ഇവിടെ പുനരുത്ഥാനത്തെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ആ പരിശുദ്ധാത്മാവാണ്
ആ ക്രിസ്തുവിന്റെ ആത്മാവാണ് നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നതെങ്കിൽ ഉറപ്പായ കാര്യമാണ്, അങ്ങനെയുള്ളവർക്ക് ക്രിസ്തുവിൽ സംഭവിച്ചതുപോലെ മരണത്തിൽ നിന്നും ഒരു പുനരുത്ഥാനമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ഈ ലോകത്തിലുള്ള നമ്മുടെ ജീവിതം നൈമിഷികമാണ്. ഇന്നൊരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. എപ്പോൾ വേണമെങ്കിലും നമുക്ക് മരണം സംഭവിക്കാം. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ഈ കാര്യത്തെ, ഈ വചനത്തെ വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾ ക്രിസ്തുവിന്റെ ആത്മാവുള്ളവർ ആണെങ്കിൽ ഏത് സഭയിൽ പോകുന്നു എന്നുള്ള വിഷയമല്ല, നിങ്ങൾ ഏത് വലിയ പള്ളിമേടയുടെ അംഗമായിരിക്കുന്നു എന്ന് വിഷയമില്ല, ആരാണ് നിങ്ങളെ നയിക്കുന്നതെന്നും വിഷയമല്ല. വിഷയം ഇതത്രേ, നിന്നിൽ ക്രിസ്തുവിന്റെ ആത്മാവുണ്ടോ? ക്രിസ്തുവിന്റെ ആത്മാവുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, നിനക്കൊരു പുനരുത്ഥാനം സംഭവിക്കും. അത് ഉറപ്പത്രേ. പ്രൈസ് ഗോഡ്. ഈ ദിവസങ്ങൾ ഒരു പുനരുത്ഥാനം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, മരിച്ചതിന് ശേഷവും ദൈവത്തോടുകൂടെയുള്ള ഒരു വാസം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ഈ ദിവസങ്ങൾ ആമേൻ ദുരുപദേശകന്മാർ പറയുന്നത് വലിച്ചെറിഞ്ഞിട്ട് ക്രിസ്തുവിന്റെ ആത്മാവിന്, പരിശുദ്ധാത്മാവിന് നിന്റെ മേൽ വ്യാപരിക്കാനുള്ള അനുമതി കൊടുക്ക്. പ്രൈസ് ഗോഡ്. ഈ ദുരുപദേശകന്മാരും ഈ കാര്യങ്ങളൊക്കെ ഈ ലോകത്തിൽ കിടന്നിങ്ങനെ വട്ടം കറങ്ങത്തേ ഉള്ളൂ. എന്നാൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ എത്തണമെങ്കിൽ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ, ക്രിസ്തുവിന്റെ ആത്മാവുള്ളവരായി തീരുക. ക്രിസ്തുവിന്റെ ആത്മാവുള്ളവരുടെ മർത്യശരീരങ്ങളെ ശരീരങ്ങളെ ജീവിപ്പിക്കും. അപ്പോ നാം ഇന്ന് ഇരിക്കുന്ന ഇരിപ്പിൽ മരിച്ചു പോയാലും, നമ്മുടെ ശരീരം കല്ലറക്കുള്ളിൽ പോയാലും, നൂറ്റാണ്ടുകൾ ആ കല്ലറയിൽ കടന്ന് നാം ക്ഷയിച്ചാലും, മണ്ണോട് മണ്ണ് ചേർന്നാലും, മറ്റൊരിടത്ത് പൗലോസ് അന്ത്യകാഹളനാദത്തിങ്കൽ നിങ്ങൾക്കൊരു നല്ല ഉയർപ്പ് ലഭിക്കണമെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ആത്മാവിന് നിങ്ങളുടെ ശരീരത്തിൽ വ്യാപരിപ്പാൻ അവസരമൊരുക്കുക. സങ്കടമെന്ന് പറയട്ടെ, ഒത്തിരി പേരെ ഇന്ന് സാത്താൻ വന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രഹസ്യം അറിയാതെ ഒത്തിരി പേര് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വയ ജഡത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജഡത്തിന്റെ ഉപദേശങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ജഡ ഉപദേശങ്ങൾ പറയുവാൻ കൂണുപോലെ സാത്താൻ ഉപദേശകന്മാരെ പെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ ജഡത്തിന്റെ ഉപദേശം പറയുന്ന ആരും തന്നെ നിങ്ങളെ സ്വർഗരാജ്യത്തിൽ എത്തിക്കുകയില്ല. അവർക്ക് എന്തെങ്കിലും ലാഭം നിങ്ങളിലൂടെ ഉണ്ടാകുമെന്നതിലും അപ്പുറം ആമേൻ സ്വർഗത്തിൽ നിങ്ങൾ അവരെ കണ്ടെത്തുകയില്ല. അതെല്ലാം ഈ ലോകം കൊണ്ട് അസ്തമിക്കുമെന്നാൽ ഈ ദിവസങ്ങൾ നല്ലൊരു പുനരുത്ഥാനം നിങ്ങൾക്ക് പ്രാപിക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ ആത്മാവിനെ പ്രാപിക്കുക. പ്രൈസ് ഗോഡ്. ക്രിസ്തുവിന്റെ ആത്മാവിനെ പ്രാപിക്കുക. പ്രൈസ് ഗോഡ്. 12ാം വാക്യത്തിൽ, ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന്, ഇവിടെ 12ാം വാക്യത്തില് ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ, അവരോട് പറയുവാണ്, ജഡത്തെ അനുസരിച്ചുകൊണ്ട് ആർക്കും ദൈവസന്നിധിയിൽ നീതി പ്രാപിക്കുവാൻ കഴിയത്തില്ല. അപ്പൊ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ ജഡം പറയുന്ന കാര്യങ്ങളെ, ജഡത്തിന്റെ ഇച്ഛകളെ, ഉണർവുകളെ ഒക്കെയും അനുസരിച്ച് ജീവിച്ചാൽ കൺഫേം ആണ്, നിശ്ചയമായി നിങ്ങൾ മരിക്കും. എങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം. ഏദൻ തോട്ടത്തില് ദൈവം ആദാമിനോടും ഹവ്വയോടും പറഞ്ഞ ഒരു വാക്കിതാണ്, തിന്നുന്ന നാളിൽ എന്തോ ചെയ്യും? ഈ ഫലം തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. എന്നാൽ അതേ വചനത്തെ മറ്റൊരു രീതിയിൽ കോട്ട് ചെയ്തുകൊണ്ട് ഇവിടെ പൗലോസ് പറയുന്നു, ആത്മീയ ന്യായപ്രമാണം അനുസരിച്ച്, ക്രിസ്തുവിന്റെ ന്യായപ്രമാണം അനുസരിച്ച് ജഡത്തെ ആശ്രയിച്ച് ജീവിച്ചാൽ, അങ്ങനെ ആശ്രയിച്ചാൽ നിങ്ങൾ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. ജഡത്തെ അനുസരിച്ച് നടക്കുമ്പോൾ നാം മരിക്കും. എന്നാൽ ആത്മാവിനെ അനുസരിച്ച് ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ചാൽ നാം ജീവിക്കും. പ്രൈസ് ഗോഡ്. ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുവാൻ കഴിയും. ആത്മാവ് ഉപയോഗിച്ച് നമുക്ക് ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുവാൻ കഴിയും. അങ്ങനെ മരിപ്പിച്ചാൽ എന്തോ ചെയ്യും? നാം ജീവിക്കും. അടുത്ത 14ാം വാക്യത്തില്, ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ആരാണ് ദൈവത്തിന്റെ മക്കൾ? പ്രൈസ് ഗോഡ്. ജഡത്തിന്റെ പ്രവൃത്തികളെ ആത്മാവിനാൽ മരിപ്പിച്ചുകൊണ്ട്, പ്രൈസ് ഗോഡ്, അങ്ങനെയുള്ള ജീവൻ പ്രാപിച്ചുകൊണ്ട് ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവര്, ദൈവാത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ ആത്മാവിനാൽ മരിപ്പിച്ചുകൊണ്ടേയിരിക്കും.
അവരെയാണ് പറയുന്നത് ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്ന് എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? നമ്മുടെ ആത്മാവിൽ, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ആത്മാവ് നമ്മോട് സാക്ഷ്യം പറയും. ആമേൻ. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. സംഘടനകൾ നടത്തുന്നവരല്ല ദൈവത്തിന്റെ മക്കൾ. ഊറ്റം കൊള്ളുന്ന വലിയ പാസ്റ്റർമാര് നടത്തുന്നവരല്ല ദൈവത്തിന്റെ മക്കൾ. ആരാണ് ദൈവത്തിന്റെ മക്കൾ? ലോകം പറയും ഇന്ന പേരുള്ളത് കൊണ്ട്, ഇന്ന ഗ്രൂപ്പിന്റെ കൂടെ ചേർന്നത് കൊണ്ടാണ് നീ ദൈവത്തിന്റെ. അല്ലല്ല, ദൈവത്തിന്റെ ആത്മാവ് നിന്നെ നടത്തുന്നെങ്കിൽ നീ ഒരു ദൈവ പൈതലാണ്. എന്നാൽ തിരിച്ചു പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവല്ല നിന്നെ നടത്തുന്നതെങ്കിൽ നീ ദൈവ പൈതൽ അല്ല. പ്രൈസ് ഗോഡ്. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ എത്രേ പ്രാപിച്ചത്. നാം പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് പ്രാപിച്ചത്. പ്രൈസ് ഗോഡ്. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. അപ്പൊ ദൈവത്തിന്റെ മക്കളെന്നുള്ള സാക്ഷ്യം നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയല്ല അത് പറയുന്നത്. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ സംഘടനകളും സ്ഥാപനങ്ങളും ഒന്നുമല്ല പറയുന്നത്. ഇവൻ ദൈവത്തിന്റെ മകനും മകളാണെന്നുള്ളൊരു മുദ്ര നമ്മുടെ ഉള്ളിൽ മുഴങ്ങണം. നമ്മുടെ ഉള്ളിലെ ആത്മാവിനോടുകൂടെ നമ്മുടെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനോടുകൂടെ പറയും. എന്താ പറയും? ആത്മാവും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു, നാം ദൈവത്തിന്റെ മക്കളെന്ന്. ഈ ദിവസങ്ങളിൽ ആ സാക്ഷ്യം നമ്മുടെ അകത്ത് വ്യാപരിക്കട്ടെ. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. പ്രൈസ് ഗോഡ്. അപ്പൊ തേജസ്കരിക്കപ്പെടേണ്ടതിന്, കർത്താവിനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന്, കർത്താവിനോടുകൂടെ കഷ്ടം സഹിച്ചാലും അത് സാരമില്ല എന്നുള്ളൊരു വലിയ സന്ദേശം പൗലോസ് ആ റോമാ സഭയ്ക്ക് കൈമാറുകയാണ്. പ്രൈസ് ഗോഡ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നാം ദൈവത്തിന്റെ മക്കളാണെന്നുള്ള സാക്ഷ്യം ഈ ദിവസങ്ങൾ നമ്മുടെ അകത്തുനിന്ന് വരേണ്ടത് ആവശ്യമത്രേ. ഈ 18-ാം വാക്യം മുതൽ ഒരു പ്രത്യേക വെളിപ്പാടിലേക്ക്, ഒരു പ്രത്യേക വിഷയത്തെയാണ് ഇവിടെ പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. പൗലോസ് പറയുക, ഈ കൃപയുടെ ആ വലിയ വചനത്തിന്റെ വെളിച്ചം തന്റെ മേൽ വ്യാപരിച്ചപ്പോൾ ആ ഉപദേശത്തെ ദൈവസഭയ്ക്ക് പകർന്നു കൊടുത്തുകൊണ്ട് പൗലോസ് പറയുവാണ്, ഇനി പ്രത്യേക സബ്ജക്റ്റിലോട്ട് മാറുവാണ്. ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ശിക്ഷാവിധിയില്ല. അങ്ങനെ ശിക്ഷാവിധി ഇല്ലാത്തവരാര് എന്നുള്ളത് പൗലോസ് പറയുവാണ്. എന്താ പറയുക? നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാല് ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണുന്നു. ഇത് കേൾക്കുന്ന ഓരോ ദൈവമക്കളും കേട്ടോളണം. എന്നെ കേൾക്കുന്ന ജീവിതമേ, എന്നെ കേൾക്കുന്ന ശുശ്രൂഷകനെ, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കഷ്ടങ്ങൾ, ഈ പ്രത്യേക കാലങ്ങൾ, ഈ ദിവസങ്ങൾ പൗലോസ് എണ്ണിയതുപോലെ സാരമില്ലെന്നെണ്ണാൻ നമുക്കിടയാം. പൗലോസിന്റെ കാലത്തും ഒത്തിരി ഉപദ്രവങ്ങൾ ഉണ്ടായിരുന്നു, ഒത്തിരി കഷ്ടങ്ങൾ ഉണ്ടായിരുന്നു, ഒത്തിരി 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 പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പൗലോസിന് ആ തേജസ്സിനെ കുറിച്ച്, ആ തേജസ്സിന്റെ മർമ്മം വെളിപ്പെട്ടപ്പോൾ നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ, ഈ ദിവസങ്ങളിൽ ആത്മാവിനാൽ നിങ്ങൾ നയിക്കപ്പെടുന്ന ഒരു ദൈവവൈതലാണെങ്കിൽ, ആത്മാവിന്റെ സാക്ഷ്യം അകത്ത് മുഴങ്ങുന്ന ഒരു ദൈവവൈതലാണ് നിങ്ങളെങ്കിൽ, ഈ ദിവസങ്ങൾ ഓർത്തോളണം, ജഡത്തെ അനുസരിച്ചല്ല ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവവൈതലാണെങ്കിൽ ഓർത്തോളണം, നിന്നിൽ വെളിപ്പെടാനിരിക്കുന്ന തേജസ് നീ ഓർത്താൽ ഈ ലോകത്തിൽ ഇന്ന് കാണുന്ന കഷ്ടങ്ങളൊന്നും സാരമില്ല എന്ന് നമുക്ക് എണ്ണുവാൻ കഴിയും. പ്രൈസ് ഗോഡ്. നമുക്ക് ഈ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു ദൈവവേദന ഭയപ്പെടേണ്ട കാര്യമില്ല. മഹാവ്യാധികളെ കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരു വേള മഹാവ്യാധി പിടിച്ച് നാം ഈ ലോകത്തിൽ
മരണപ്പെട്ടു പോയാലും വചനം പറയുന്നു നമുക്ക് നമ്മുടെ മേൽ വെളിപ്പെടുന്നൊരു തേജസ്സുണ്ട്. ഈ ലോക ജീവിത യാത്രയിൽ ഈ കൊച്ചു രോഗം, ഈ കൊച്ചു അണു നമ്മുടെ മേൽ പ്രവേശിച്ച് ഒത്തിരി ദൈവജനങ്ങൾ ഇപ്പോൾ മരിച്ചു വീഴുന്നുണ്ട്. അങ്ങനെ മരിച്ചു വീണാലും ഈ അതിവിശുദ്ധ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന, ഈ വിശ്വാസം ആഴത്തിൽ ഹൃദയത്തിൽ വേരോടി ഉറച്ചിരിക്കുന്ന, ഈ വചനത്തിന്റെ ദർശനമുള്ള ഒരു ദൈവവേദന ഭാരപ്പെടേണ്ട കാര്യമില്ല. ഇവിടെ എന്താണ് വചനം പറയുന്നത്? അവന്റെ മേൽ വെളിപ്പെടുന്നൊരു തേജസ്സുണ്ട്. ഇന്ന് ഈ ലോകത്തിന്റെ ജീവിതത്തിൽ, ഇന്ന് ഈ ലോകത്തിന്റെ കഷ്ടതയിൽ അല്പമായിട്ടുള്ള ക്ലേശങ്ങളും അല്പമായിട്ടുള്ള ഈ പാൻഡമിക് ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ ഒരു ദൈവവേദന്റെ ജീവിതത്തിൽ വന്നാലും ഒരു കാര്യം നാം മറന്നു പോകരുത്, നമ്മിൽ വെളിപ്പെടാൻ ഒരു വലിയ തേജസ് ഒരുങ്ങി നിൽക്കുകയാണ്. ഈ ലോകത്തിൽ കഷ്ടം അധികരിച്ചു നിൽക്കുമ്പോൾ നമുക്കറിയാം, സ്തേഫാനോസിനെ സുവിശേഷ നിമിത്തം മൃഗീയമായി കല്ലെറിഞ്ഞു കൊന്നു. ആ കല്ലെറിയുന്ന സമയത്ത് ആ സ്തേഫാനോസ് മരണത്തെ പേടിച്ച് അലറിക്കരഞ്ഞെന്നല്ല പറയുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് സ്തേഫാനോസ് എന്തു കണ്ടു? സ്വർഗം തുറന്നിരിക്കുന്നതും യേശു പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കണ്ടു. ഈ ലോകത്തിൽ വെച്ച് സ്തേഫാനോസ് വലിയ വലിയ കല്ലുകൾ എറിഞ്ഞെറിഞ്ഞ് തന്റെ ശരീരം മുഴുവനും തകരുമ്പോഴും, അസ്ഥികൾ മുഴുവനും തകരുമ്പോഴും സ്തേഫാനോസിന് ആ തേജസ് കാണാൻ പറ്റി. ഹല്ലേലൂയ! എന്നെ കേൾക്കുന്ന ജീവിതമേ, നാം ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഈ ദിവസങ്ങൾ കഷ്ടങ്ങളിലും ഈ ലോകത്തുണ്ടാകുന്ന ഈ കൊടിയ വിഷയങ്ങളിലെല്ലാം നമ്മുടെ ശ്രദ്ധ ഈ ദൈവജനം കേന്ദ്രീകരിക്കേണ്ടത്. നമ്മുടെ ശ്രദ്ധ പൗലോസിനെ പോലെ നമ്മളിൽ വെളിപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന ദൈവ തേജസ്സിൽ ഈ ദിവസങ്ങൾ നമ്മുടെ ദൃഷ്ടി പതിയുന്ന നാളുകളായി തീരട്ടെ നമ്മുടെ ഈ പ്രവാസകാലം. അതുകൊണ്ടാണ് പൗലോസ് ആ വചനത്തെ ഊട്ടി ഉറപ്പിച്ച് പറയുന്നത്, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന്. ഈ കാലത്ത് എന്തെല്ലാം വരട്ടെ, ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് നിങ്ങൾക്ക് എണ്ണണമെങ്കിൽ ഈ ദിവസങ്ങൾ നിന്റെ മേൽ വെളിപ്പെടാനുള്ള തേജസ്സിനെ കുറിച്ചുള്ള ഒരു ഉത്തമ ബോധ്യം ഈ ദിവസങ്ങളിൽ ദൈവസഭയ്ക്കുണ്ടാകണം. ഇന്ന് നാം കേൾക്കുന്നത് ഈ തേജസ്സിന്റെ പ്രസംഗങ്ങളല്ല. ഇന്ന് നാം കേൾക്കുന്നത് ഈ തേജസ്സിന്റെ വിഷയങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഊട്ടിയുറപ്പിക്കുന്ന വിഷയങ്ങളല്ല, കണ്ടതും കടിയതുമാണ്. ഇന്ന് കേൾക്കുന്ന പ്രിയരെ, ഈ കാലത്ത് നാം കേൾക്കേണ്ടത് നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ച് ഈ കാലത്തിന്റെ കഷ്ടങ്ങളെ സാരമില്ലെന്നെണ്ണാൻ ദൈവജനം പഠിക്കട്ടെ എന്ന് എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തം അത്രേ. സൃഷ്ടി എന്തോ ചെയ്തിരിക്കുകയാണ്? ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നുള്ള വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. അപ്പോ ദൈവപുത്രന്മാരുടെ ഉയർപ്പൊരു ചെറിയ വിഷയമല്ല. ഈ മുഴു പ്രപഞ്ചവും ദൈവപുത്രന്മാരുടെ ഉയർപ്പിന്റെ നാളിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പൗലോസ് വെളിപ്പാടിൽ പറയുവാണ്. നമ്മൾ വെളിപ്പെടാനുള്ള തേജസ് ചെറിയ ഒരു തേജസ്സല്ല. ദൈവജനം മനസ്സിലാക്കണം, ചെറിയൊരു തേജസ്സല്ല നമ്മൾ വെളിപ്പെടാനുള്ളത്. ഈ മുഴു പ്രപഞ്ചത്തെയും സ്വാധീനിക്കുന്ന, രാജാക്കന്മാരെയും രാജ്യങ്ങളെയും സ്വാധീനിക്കുന്ന ഒരു വലിയ തേജസ്സിനു വേണ്ടിയാണ് ഈ ദിവസങ്ങളിൽ നാം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ തേജസ്സിന്റെ പ്രസംഗങ്ങൾ ഈ ദിവസങ്ങൾ നമ്മുടെ പ്രസംഗന്മാരുടെ നാവിൽ നിന്നും ഉതിർന്നു വീഴട്ടെ. പ്രൈസ് ഗോഡ്! നമ്മിൽ വെളിപ്പെടാനിരിക്കുന്ന തേജസ്, ആ തേജസ്സിനെ ഈ സൃഷ്ടിയും കാത്തിരിക്കുന്നു. ദ്രവത്വത്തിൽ നിന്നുള്ള ദാസ്യത്തിൽ നിന്നുള്ള വിടുതലിനായി ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തം അത്രേ. പ്രൈസ് ഗോഡ്! സർവ സൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞെരുങ്ങി ഈറ്റു നോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നല്ലോ. ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായി പുത്രത്വത്തെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞെരുങ്ങുന്നു. ഇവിടെ പൗലോസ് സംഭവിക്കാനിരിക്കുന്ന സൃഷ്ടി മാത്രമല്ല ഈ തേജസ്സിനെ കാത്തിരിക്കുന്നത്, നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട്. ഒരു ദൈവവേദന പുത്രത്വം എപ്പോഴാ ലഭിക്കുന്നത്? നാം ആക്ച്വലി ദൈവത്തിന്റെ മക്കളായിട്ട് എപ്പോഴാ തീരുന്നത്? നമ്മുടെ
ശരീരത്തിന് വീണ്ടെടുപ്പ് സംഭവിക്കുമ്പോൾ. ഇപ്പോൾ നമുക്ക് സംഭവിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തോന്നിന്റെ വീണ്ടെടുപ്പാണ്? ആത്മാവിന്റെ വീണ്ടെടുപ്പ്. അപ്പൊ ഈ ആത്മാവിന്റെ വീണ്ടെടുപ്പ് കാത്തു സൂക്ഷിക്കുന്നവർക്ക് ഇനി ഒരു ശരീരത്തിന്റെ വീണ്ടെടുപ്പുണ്ട്. അതെപ്പോഴാ വെളിപ്പെടുന്നത്? ആ തേജസ് വെളിപ്പെടുമ്പോൾ. പ്രൈസ് ഗോഡ്. അപ്പൊ നാം വീണ്ടെടുപ്പിന്റെ ഒന്നാമത്തെ സ്റ്റേജിലാണ്. ഇതിനെ കാത്തു സൂക്ഷിക്കുന്നവർക്ക്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, എങ്കിലും ഉടുപ്പ് മലിനമാക്കാത്ത കുറച്ചു പേര് ഷർദീസിൽ എനിക്കുണ്ട്. ആ വചനത്തിന്റെ അർത്ഥം എന്താണ്? ആത്മാവിന്റെ രക്ഷയെ പ്രാപിച്ച് അടുത്ത് ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനം അവിടെ ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുവാണ്. കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾക്ക് ലഭിച്ചത് ആത്മാവിന്റെ വീണ്ടെടുപ്പാണ്. ആത്മാവിന്റെ വീണ്ടെടുപ്പിനെ നീ സൂക്ഷിച്ചാൽ അടുത്തൊരു വീണ്ടെടുപ്പ്, നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്തെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്താണ് പ്രത്യാശ? ബൈബിൾ പറയുന്നു, ദൈവത്തിന്റെ വചനം പറയുന്നു, കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഇന്ന് ഈ ലോകത്തിൽ ഒത്തിരി കാണുന്ന പ്രത്യാശയുണ്ട്. അയ്യോ, ഇതാണ് വലിയ കാര്യം, ഇതിലപ്പുറം ഒന്നുമല്ലെന്ന് ഈ ലോകം നമുക്ക് കാണിച്ചു തരുന്ന ഒത്തിരി പ്രത്യാശകളുണ്ട്. എന്നാൽ അതിലൊന്നും നാം വീണുപോകരുത്. ദുരുപദേശകന്മാർ പാടി പ്രതിഫലിപ്പിക്കുന്ന ആ പ്രത്യാശകളല്ല ദൈവജനം പ്രാപിക്കേണ്ടത്. കാണുന്ന പ്രത്യാശ പ്രത്യാശയല്ല. കാണാത്തതിനപ്പുറം ഒരു പ്രത്യാശ നമുക്കുണ്ട്. ആ പ്രത്യാശയത്ര പ്രത്യാശയെന്ന് ദൈവത്തിന്റെ വചനം നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. അപ്പൊ കാണാത്ത ഒരു പ്രത്യാശയ്ക്ക് വേണ്ടിയാണ് എന്നെ കേൾക്കുന്ന ദൈവവേദലേ ഞാനും നിങ്ങളും കാത്തിരിക്കുന്നത്. നാം എങ്ങനെ കാത്തിരിക്കണം? ക്ഷമയോടെ കാത്തിരിക്കണം. അങ്ങനെ കാത്തിരുന്ന ഒരു കൂട്ടമായിരുന്നു അപ്പോസ്തലന്മാർ. അവർ ക്ഷമയോടെ കാത്തിരുന്നു. യേശു വരാൻ വൈകുന്നു എന്ന് പറഞ്ഞ് അവർ ഉപദേശങ്ങളൊന്നും മാറ്റാൻ പോയില്ല. അല്ലെങ്കിൽ കർത്താവിന്റെ കൽപ്പനകളെ ഒന്നും മാറ്റി വികലമാക്കാൻ ശ്രമിച്ചില്ല. അവരാ അതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരുന്നു. ഇന്ന് ഒരൽപ്പം ഈ 2-3 മാസം ഇങ്ങനെ ഒരു പ്രത്യേക പീരീഡിലൂടെ ദൈവസഭകൾ കടന്നു പോകേണ്ടി വന്നപ്പോ സംഘടനകളും ഉപദേശവാഹകന്മാരെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന സുപ്രസിദ്ധ ഉണർവ് പ്രാസംഗികന്മാരെന്നൊക്കെ പറയുന്നവരെ കാട്ടിക്കൂട്ടുന്ന ഓരോ ഉപദേശത്തെയും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് വികലമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഇവിടെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ബന്ധപ്പാടല്ല. നിക്ഷമയോടെ കാത്തിരിക്കാൻ പഠിക്കുക. അല്പസമയം ഇത്രയും നാള് വലിയ പ്രസംഗങ്ങൾ നടത്തിയില്ലേ, ക്രൂസൈഡുകളൊക്കെ നടത്തിയില്ലേ, ഇത്രയും നാള് നീ വലിയ സുവിശേഷമൊക്കെ നടത്തിയില്ലേ, എന്നാൽ ആ സമയം തീർന്നു. ഇത് വേറൊരു സമയമാണ്. എന്തുവാ? കർത്താവിന്റെ വരവിനെ ക്ഷമയോടെ കാത്തിരിക്കേണ്ട ഒരു കാലത്തിലേക്ക് നാം പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഗൗരവമായ ഒരു പോർഷനിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നലെ വരെ തമാശയം പറഞ്ഞ് ഇന്നലെ വരെ ഒരു രീതികളിലൊക്കെ സ്വാതന്ത്ര്യത്തോടുകൂടെ നടന്നത് ഒരു പ്രത്യേക അവസ്ഥയിലോട്ട് കാലചക്രം മാറിയിരിക്കുന്നു. ഇത് ഏത് കാലമാണ്? പ്രൈസ് ഗോഡ്. അവ വികലമായി എടുത്തുചാടി ദൈവിക ഉപദേശങ്ങളെയൊക്കെ അഴിക്കാനുള്ള സമയമല്ല. ഈ ദിവസങ്ങളിൽ വരാനുള്ള പ്രത്യാശയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ടുന്ന ഒരു സമയത്തിന്റെ മുന്നിലാണ് കാലചക്രം നമ്മെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുള്ള യാഥാർത്ഥ്യം ഈ ദിവസങ്ങളിൽ ദൈവദാസന്മാരും ദൈവഭക്തന്മാരും മനസ്സിലാക്കട്ടെ. പ്രൈസ് ഗോഡ്. 26-ാം വാക്യത്തെ തൊട്ട് പൗലോസ് ഒരു പ്രത്യേക വിഷയത്തെ സംസാരിക്കുകയാണ്. അവണ്ണം ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. നമ്മിൽ വ്യാപരിക്കുന്ന ആത്മാവ് നമുക്ക് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന ഒരു ആത്മാവാണ്. ഈ ദിവസങ്ങൾ ആരെങ്കിലും ബലഹീനരാണെങ്കിൽ ദിവസങ്ങൾ ഓർത്തോളം നീ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. ദൈവത്തിന്റെ ആത്മാവ് ബലഹീനതയിൽ നിന്നെ ബലമുള്ളവനാക്കി മാറ്റും. ബുദ്ധിയിൽ ബലഹീനനെങ്കിൽ, കഴിവിൽ ബലഹീനനെങ്കിൽ, ഏതെങ്കിലും മേഖലയിൽ ബലഹീനത വ്യാപരിക്കുന്നെങ്കിൽ ആത്മാവിന്റെ സഹായം
ആത്മാവിന്റെ തുണ നമുക്ക് ബലം തരും. അത് മാത്രമല്ല, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. നമ്മുടെ ബലഹീനത പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിലാണ്. എന്താണ് പ്രാർത്ഥനയിലെ ബലഹീനത? വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയില്ല. ക്രിസ്തീയ ജീവിതം തുടങ്ങിയിട്ട് വർഷങ്ങളായി, എന്നാൽ ഇന്നും പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥന അറിയാത്ത ഒത്തിരി പേരുണ്ട്. ക്രിസ്ത്യാനി എന്ന പേര്, തറവാട് പേരൊക്കെ കാര്യമായിട്ടുണ്ട്, എന്നാൽ പ്രാർത്ഥന അറിഞ്ഞുകൂടാത്ത ഒത്തിരി പേരുണ്ട്. രണ്ടു വാക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞാല് ഒത്തിരി ഡോക്ടർ ഡിഗ്രികളൊക്കെ കയ്യിലിരിപ്പുണ്ട്, എന്നാൽ വേദപുസ്തകം വായിക്കാൻ പറഞ്ഞാൽ അതൊന്നും വായിക്കാൻ കഴിയാത്ത ഒത്തിരി ജീവിതങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ എന്താ വചനം പറയുന്നത്? വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നാം അറിയുന്നില്ല. എന്നാൽ ഈ ദിവസങ്ങളിൽ എങ്ങനെയെന്ന് നാം അറിയുന്നില്ല. ഈ വിഷയങ്ങളിലൂടെയൊക്കെ നാം കടന്നു പോകുമ്പോൾ, ലോകം ഒരു പ്രത്യേക വിഷയങ്ങളിലൊക്കെ കടന്നു പോകുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നാം ഇപ്പൊ അറിയുന്നില്ല. എന്നാൽ ഇവിടെ എന്താണ് പറയുന്നത്? ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ആത്മാവ് നമ്മിൽ വ്യാപരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്ത വിഷയങ്ങളെ, നമ്മുടെ ബുദ്ധിക്ക് അഗോചരമായ വിഷയങ്ങളെ നമ്മിൽ വ്യാപരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പക്ഷപാതം ചെയ്യുകയാണ്. നാം പോലും അറിയുന്നില്ല. എന്നാൽ ആത്മാവ് നമ്മളിൽ വസിക്കാൻ നീ അവസരമൊരുക്കിയാൽ നിന്റെ വിഷയങ്ങൾക്ക് ആത്മാവ് ഒരു പക്ഷപാതം ചെയ്യും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ നാം ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനകൾ പൂർണ്ണതയുള്ളതായി തീരും. ദിവസങ്ങൾ ദൈവദാസന്മാരെ ആത്മാവിൽ പ്രാർത്ഥിക്കുക. ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കുക, അന്യഭാഷയെ കുറെ നേരം വാക്കുകൾ ഉച്ചരിച്ച് പ്രാർത്ഥിക്കുക എന്നല്ല, അതല്ല. ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുക. പ്രൈസ് ഗോഡ്. ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുക. ആത്മാവിൽ നിറഞ്ഞ്, അതൊരു അനുഭവമാണ്. ആ അനുഭവം ഈ ദിവസങ്ങൾ പ്രാപിക്കുക. പ്രൈസ് ഗോഡ്. ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ പൂർണ്ണമാകട്ടെ. പ്രൈസ് ഗോഡ്. ആത്മാവിന്റെ ചിന്ത എന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നും നാം അറിയുന്നു. ഇങ്ങനെ ആത്മാവിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നത് ആർക്കാണ്? ആത്മാവിൽ പ്രാർത്ഥിക്കും. എത്രത്തോളം നാം ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു അത്രത്തോളം നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയും. അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. ഒരുപക്ഷെ ജീവിതത്തിൽ തിന്മയൊക്കെ വരും, എന്നാൽ ഈ ദിവസങ്ങൾ പ്രാർത്ഥന നിന്റെ ജീവിതത്തിൽ ഉയരുന്നുവെങ്കിൽ, ആത്മാവിന്റെ പ്രാർത്ഥന ഉയരുന്നുവെങ്കിൽ, ഈ ദിവസങ്ങൾ ആരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെടുകയാണ്. ആത്മാവിൽ നീ പ്രാർത്ഥിക്കാൻ തയ്യാറായ നിന്റെ ജീവിതത്തിന് നേരെ പുറപ്പെട്ടു നിൽക്കുന്ന തിന്മകളെ പോലും നന്മയാക്കി തീർക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തനായ ദൈവമത്രേ. പ്രൈസ് ഗോഡ്. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രന്മാർ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും, വിളിച്ചവരെ നീതീകരിച്ചും, നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഇതൊരു വലിയ പ്രോസസ്സാണ്. കർത്താവ് നമ്മളെ അവനോട് അനുരൂപരാകുവാനാണ് മുൻ നിയമിച്ചിരിക്കുന്നത്. നമുക്കൊരു മുൻ നിയമനം ലഭിച്ചിട്ടുണ്ട്. ആ മുൻ നിയമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ എന്ത് ചെയ്യും? ഇനി തേജസ്കരിക്കുന്ന ഒരവസ്ഥ ഈ ദിവസങ്ങളിൽ നാം പ്രാപിക്കണം. 31 വാക്യം. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആര്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? യേശുവിനെ ദൈവം മനുഷ്യവർഗത്തിന് വേണ്ടി തന്നെങ്കിൽ യേശുവിലൂടെ സകലവും നമുക്ക് നൽകപ്പെടുമെന്നാണ് ഇവിടെ വചനത്തില് എഴുതിയിരിക്കുന്നത്. ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ, ദൈവം ശിക്ഷ വിധിക്കുന്നവൻ ആര്? ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാര്? 7-ാം അധ്യായം വായിച്ചപ്പോ, ന്യായപ്രമാണത്തിന്റെ കാര്യങ്ങൾ വായിച്ചപ്പോ 14-ാം അധ്യായത്തില് എന്താ പറയുക? ന്യായപ്രമാണം ആത്മീയം എന്ന് നാം അറിയുന്നുവല്ലോ. ഞാനോ ജയരമയൻ പാപത്തിന് ദാസനായി വിളിക്കപ്പെട്ടവൻ തന്നെ. പ്രൈസ് ഗോഡ്. ഇവിടെ പറയുവാണ്, ഞാൻ അരിഷ്ട മനുഷ്യൻ. 24-ാം വാക്യത്തിൽ, അയ്യോ, 7-ാം അധ്യായമാണ് വായിക്കുന്നത്. 7-ാം അധ്യായം
അധ്യായത്തിന്റെ 24 അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ആർ വിടുവിക്കും. 7 അധ്യായത്തിൽ ന്യായപ്രമാണത്തിന്റെ നീതി തേടിയവര് അരിഷ്ട മനുഷ്യരാണ്. അയ്യോ എന്നെ ആര് വിടുവിക്കുമെന്ന് അയ്യം വിളിച്ചപ്പോൾ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തെ പൗലോസ് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താ പറയുക? ഇവിടെ തിരിച്ചാ പറയുന്നത്. ക്രിസ്തുവിലുള്ള രക്ഷയിൽ വിശ്വസിക്കുന്നവരെന്ത് പറയും? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിടിപ്പിക്കുന്നത് ആര്? പഴയ ന്യായപ്രമാണത്തിന്റെ വക്താക്കൾ വിളിച്ചു പറയുന്നു, ഞാൻ അരിഷ്ട മനുഷ്യനാണ്, ഞാൻ വീണ്ടും പാപിയാണ്, ഇതിൽ നിന്ന് എന്നെ ആര് വിടുവിക്കുമെന്ന് സ്വയനീതി തേടുന്നവർ വിളിച്ചു പറയുമ്പോൾ ക്രിസ്തുവിലുള്ള രക്ഷ സ്വീകരിക്കുന്നവൻ എന്ത് വിളിച്ചു പറയും? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിടിപ്പിക്കുന്നത് ആര്? പ്രൈസ് ഗോഡ്. കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ എന്റെ നിമിത്തം നിങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. നാമോ കർത്താവിന്റെ സ്നേഹമാണ് ഈ ദിവസങ്ങളിൽ പൂർണ്ണ ജയത്തിലോട്ട് നമ്മെ വഴി നടത്തുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിന്റെ അകത്ത് തികഞ്ഞു വരുന്ന ദൈവസ്നേഹമാണ്, ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തിന് നിങ്ങളോടുള്ള സ്നേഹവും. ആ സ്നേഹത്തിന്റെ തികവാണ് നമ്മെ ജയത്തിലോട്ട് നടത്തുന്നത്. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചയ്ക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. സ്നേഹത്തെ പറഞ്ഞുകൊണ്ട് ഈ അധ്യായത്തെ പൗലോസ് ഇവിടെ ഉപസംഹരിക്കുകയാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തുവിലുള്ള ആ സ്നേഹത്തിൽ നിന്ന് മരണത്തിനോ ജീവനോ, ഈ ദിവസങ്ങളിൽ നമ്മുടെ ഇടയിൽ മരണം വ്യാപരിക്കട്ടെ, അല്ലെ ജീവൻ, ദൂതന്മാർ, വാഴ്ചകൾ, അധികാരങ്ങൾ, ഇപ്പോഴുള്ളത്, ഇനി വരുവാനുള്ളത്. ഇപ്പോഴുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഇന്ന് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ടറിയാം. എന്നാൽ വചനത്തിൽ പറയുന്നു, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിലുള്ളതിനോ ആഴത്തിലുള്ളതിനോ സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയത്തില്ല. ഈ സ്നേഹമാണ് പ്രിയരെ നമുക്ക് ആവശ്യമായി വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സ്നേഹത്തിൽ നാം ഉറക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ആ സ്നേഹത്തിൽ ഉറയ്ക്കുന്ന ഒരു ദൈവവൈതലിനെ ഈ ലോകത്തിന്റെ ഒരു കുടിലതന്ത്രങ്ങൾക്കും ഒരു ദുരുപദേശകനും ഭക്തിയുടെ വേഷം ധരിച്ചു വരുന്ന ഒരു കോലാടുകൾക്കും ഒരു ചെന്നായികൾക്കും ഈ ദിവസങ്ങൾ ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയത്തില്ല. സംഘടനകളുടെ സ്നേഹമല്ല, വ്യക്തി വൈഭവത്തിന്റെ സ്നേഹമല്ല, ഈ ദിവസങ്ങൾ ക്രിസ്തുവിന്റെ സ്നേഹം. ഒന്നിനും വേർപിരിപ്പാൻ കഴിയാത്ത ആ ബന്ധത്തിലേക്ക് ഈ ലോകത്തിന്റെ കൊച്ചു ജീവിതത്തിൽ നിന്ന് തന്നെ ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമുക്ക് തികവുള്ളവരായി തീരാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്. ഒത്തിരി പേര് ഈ ദിവസങ്ങളിൽ കണ്ണുനീരോടുകൂടെ ആയിരിക്കുന്നു. ഒത്തിരി മരണങ്ങൾ നമ്മുടെ രാജ്യത്ത് പെരുകിക്കൊണ്ടിരിക്കുന്നു. ദിവസങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടുകൂടെ പ്രാർത്ഥിക്കുക. ആത്മാവോ ഉച്ചരിച്ചുകൂടാത്ത ഞരങ്ങങ്ങളാൽ പക്ഷപാതം കഴിക്കട്ടെ. ഹല്ലേലൂയ. നമുക്ക് പക്ഷപാതം കഴിക്കുന്ന ഒരു ആത്മാവുണ്ട്, നമുക്ക് പക്ഷപാതം കഴിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിൽ നമുക്ക് നമ്മുടെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് പൗലോസിനോടുകൂടെ നമുക്കും പറയാം, ആമേൻ, എന്നിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ച് ഈ കാലത്തിലെ കഷ്ടത്തെ ഞാൻ സാരമില്ലെന്നെണ്ണുന്നു. അതേ എന്നെ കേൾക്കുന്ന സഹോദര, അതേ എന്നെ കേൾക്കുന്ന സഹോദരി, അതേ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ശുശ്രൂഷകനെ, ഈ ദിവസങ്ങളിൽ ഏത് കഷ്ടതയിലൂടെ നീ കടന്നുപോയാലും നിന്റെ മേൽ വെളിപ്പെടാനുള്ളൊരു ഭയങ്കര മഹത്വം നിന്നെ വെയിറ്റ് ചെയ്യുന്നു. ആ മഹത്വം വിചാരിച്ചാൽ ഇന്നു നീ കടന്നു പോകുന്ന വിഷയങ്ങൾ ഒന്നുമല്ല എന്നറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുവാൻ ഈ ദിവസങ്ങളിൽ സഹായിക്കട്ടെ. പരസ്പരം നാം കാണുന്നില്ല, പരസ്പരം ഒരു ബന്ധമില്ലെങ്കിലും ഈ സത്യങ്ങൾ ഞാൻ നിങ്ങളുടെ നടുവിലേക്ക്, നിങ്ങളുടെ അടുക്കലേക്ക് അയക്കുവാൻ ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ ഈ വാക്കുകളെ പറയുന്നു. ഒരു മഹത്വത്തിന് വേണ്ടിയല്ല. പ്രൈസ് ഗോഡ്. ദൈവഹൃദയത്തിൽ വ്യാപരിപ്പിച്ചു തരുന്ന വാക്കുകളെ അത് വിടുകയാണ്, നിങ്ങളുടെ അടുക്കൽ ചിന്തയ്ക്കായി വിട്ടുതരികയാണ്. ദിവസങ്ങൾ ഈ വചനങ്ങൾ നിങ്ങൾക്കൊരു ഉന്മേഷമാകട്ടെ, ധൈര്യമാകട്ടെ, വിശ്വാസമാകട്ടെ.
പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം, ദൈവകൃപയിലായിരിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ കർത്താവേ, ഞങ്ങളിൽ വെളിപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു വലിയ തേജസ്സുണ്ട്. ആ തേജസ് വിചാരിച്ചുകൊണ്ട് ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നെണ്ണി ഞങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ ആയിരങ്ങളെ കർത്താവ് സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് ബലമേറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്കൊരു ശിക്ഷാവിധിയുമില്ലെന്നുള്ള വചനം പോലെ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ആ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ അനേകരെ സഹായിക്കണമേ. വചനം ബലമായി, സൗഖ്യമായി, വിടുതലായി വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. നിന്റെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജനസമക്ഷം ഈ വചനത്തെ പറഞ്ഞയക്കുക. അനേകർക്ക് വിടുതലായി തീരട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. തുടർന്ന് നമുക്ക് മറ്റൊരു വചനത്തിന്റെ ഭാഗവുമായി വീണ്ടും കാണാം, ദൈവം അനുവദിച്ചാൽ. അതുവരെയും ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുവരെ നമുക്ക് പ്രാർത്ഥനയെ തുടരാം. യേശുവിൻ നാമത്തിൽ.